വീണ്ടും റീയൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് എങ്ങനെ മാറ്റപ്പെടുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചോദിക്കാനാണ് സുബീഷിനെ നമ്മൾ ഇപ്പം വിളിച്ചിരിക്കുന്നത്. അപ്പൊ സുബീഷ് ഭായി, നമ്മൾ ഇപ്പം വന്ന് നിൽക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫുഡ് വേസ്റ്റിന്റെ ടാങ്കിന്റെ മുന്നിലാണ് അല്ലേ? ഇവിടുന്നാണ് നമ്മൾ ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ ഇത് മാലിന്യം മാറ്റിയിട്ട് ഇത് ഉപയോഗയോഗ്യമായിട്ട് വെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതല്ലേ നമ്മൾ പറയുന്നത്. അപ്പം ഇത് തുറന്നു കാണുമ്പോൾ നമുക്കറിയാം ഇപ്പത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അല്ലേ? ഏകദേശം ഇതാണ് ഇപ്പത്തെ ഈ ഒരു ടാങ്കിന്റെ അവസ്ഥ. മുഴുവൻ ഫുഡ് വേസ്റ്റിനുണ്ട്, അതുപോലെ തന്നെ എണ്ണ എന്ന് വേണ്ട നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന അതേ സെയിം പ്രോസസ് തന്നെയാണ് പാറ്റ എന്ന് വേണ്ട എല്ലാ മാലിന്യങ്ങളും ഇവിടെ വന്ന് അടിഞ്ഞു കൂടുന്നുണ്ട്. ഈ ഒരു ഇതാണ് ഇവിടുന്ന് പ്രോസസ് ചെയ്ത് വെള്ളം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്ന ഇതിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഓയിൽ ട്രാപ്പ് എന്ന സംവിധാനം നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ഏതൊരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും ഏറ്റവും വലിയ ചലഞ്ചാണ് ഓയിൽ. അതെ. അപ്പൊ ഓയില് വെള്ളത്തിൽ പൊങ്ങി വയ്ക്കും എന്നുള്ള ആ ഒരു അടിസ്ഥാന തത്വം വെച്ചുള്ള ഒരു ഓയിൽ ട്രാപ്പാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ നിന്ന് എല്ലാ റോ ഓയിൽ അടക്കം, ഇപ്പം ഇവിടെ ഒരു വലിയ കല്യാണ മണ്ഡപമാണ് കൊല്ലം ടൗൺ ഹാളിന്റെ. ഇതിൽ നിന്ന് വരുന്ന ഫുഡ് വേസ്റ്റ് അത് കഴുകുന്നത് എല്ലാം ഇതിനകത്ത് വരികയാണ്. അവിടെ ഒരു ബേസിക് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് ഇനി ഈ ഓയിൽ ട്രാപ്പ് കടന്ന് ഇപ്പുറത്ത് ഒരു ഫസ്റ്റ് വേറൊരു ടാങ്ക് ഉണ്ട്, കളക്ഷൻ ടാങ്ക്. ഇതൊരു 5000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഇതാണല്ലേ? അപ്പൊ ഇതിലും ഇതേപോലെ ഒരു സംവിധാനം ഉണ്ട്. വെള്ളം അതിന്റെ അടിയിൽ നിന്ന് ഓവർഫ്ലോ വന്ന് അടുത്ത ടാങ്കിലേക്ക് പോകുന്നു. ഇതും 5000 ലിറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ 14 ലിറ്ററിന്റെ കളക്ഷൻ കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ ഒറ്റയടിക്ക് 14 ലിറ്റർ വന്നാലും നമുക്കിവിടെ മാനേജ് ചെയ്യാം. അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു 400 ലിറ്റർ 300 ലിറ്ററോളം ഉണ്ട്. മൊത്തത്തിൽ 10300 ലിറ്റർ നമ്മൾ കപ്പാസിറ്റി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മോട്ടറിന്റെ ഉപയോഗം എന്താ ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ പീരിയോഡിക്കലി വെള്ളം വന്ന് ഇതിൽ ഒരു നിശ്ചിത അളവ് നിറയുമ്പോ അതിനകത്തൊരു ഫ്ലോട്ട് വാൽവ് ഉണ്ട്. ആ വാൽവ് എന്റെ സെൻസ് ഓൺ ആകുമ്പോൾ ഈ മോട്ടർ, ഇതൊരു സ്ലറി മോട്ടറാണ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇതിനെ സക്ക് ചെയ്ത് ഈ സെക്ഷൻ എടുത്ത് നേരെ നമ്മൾ പ്ലാന്റിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്കറിയാം ഇവിടെ ഒരു പ്ലാന്റ് വെക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ ഇതിനെ മെയിൻ പ്ലാന്റിലോട്ട് ഇവിടെ നിന്ന് 60 മീറ്റർ ഉണ്ട് അങ്ങോട്ട് നമ്മൾ ഈ ഒരു പൈപ്പിൽ കൂടെ അവിടെ കൊണ്ടുപോകും. അപ്പൊ ഇത് സ്ലറി പമ്പായിട്ട് ഏത് രീതിയിലുള്ള വേസ്റ്റിനെ അത് വലിച്ച് എടുക്കാനുള്ള കപ്പാസിറ്റി. ഇതാണ് ഈ മോട്ടറിന്റെ സംവിധാനം. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമാറ്റിക്കലി അത് അടിയുമ്പോൾ തന്നെ ഇത് നമ്മൾ വർക്ക് ചെയ്തോളും. ഇതിനകത്ത് ഒരു മാനുവൽ ഇന്ററാക്ഷൻ. ഇതാണ് ഈ നമ്മുടെ പ്ലാന്റിന്റെ ഉൾവശം. അപ്പൊ അവിടെ നിന്ന് ഓയിലും ട്രാപ്പ് മാറിയ ശേഷം വെള്ളം ആദ്യം ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന ആദ്യം വെള്ളം വരുന്ന ഈ ടാങ്കിലോട്ടാണ്. ഈ ടാങ്കിലാണ് മലിനജലം ആദ്യം ഇവിടെ വരും. ഇത് വന്നതിന് ശേഷം ഈ വരുന്ന സമയം ഈ പൈപ്പിൽ തന്നെ നമ്മളുടെ ഫ്ലക്യുലേഷൻ ആൻഡ് ഉള്ള ഒരു ഏജന്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഇത് ഇങ്ങനെയുള്ള കെമിക്കൽ ഓർഗാനിക് സൊല്യൂഷൻ. ഇത് ഓർഗാനിക് സൊല്യൂഷൻ ആണ്. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നീം, തുളസി, സോപ്പ്, ഇത്രയുള്ള എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ള ഒരു കോംബോ ആണ്. ഓർഗാനിക് ആണ്. ഇത് 6 ppm 6 പാർട്ടിക്കിൾ പെർ മില്യൺ എന്ന യൂണിറ്റിൽ ഇതിലോട്ട് ഇഞ്ചക്ട് ചെയ്യും. ഇത് ഇതിൽ സ്റ്റോർ ചെയ്ത് ഈ ലെവൽ വരെ എത്തിയതിനു ശേഷം 1.5 മണിക്കൂർ ഇതിനകത്ത് ഹോൾഡ് ചെയ്യും. ഈ 1.5 മണിക്കൂർ ഹോൾഡ് ചെയ്യുമ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? നമ്മൾ അഴുക്ക് ഇങ്ങനെ ബോണ്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യും. ഇതിങ്ങനെ നിന്ന് താഴോട്ട് ഡെൻസിറ്റി ഗ്രാവിറ്റിയിൽ ഈ അഴുക്കെല്ലാം അടിഞ്ഞ് താഴെ വരും. ഇത് വന്ന് ഈ കോണിക്കൽ ഷേപ്പിൽ വന്ന് അവിടെ ഇങ്ങോട്ട് സെഡിമെന്റ് ചെയ്യും. അപ്പൊ ഇതോടുകൂടി 1.5 മണിക്കൂർ കൊണ്ട് ആദ്യത്തെ പ്രോസസ് കഴിയും. അതിനുശേഷം എന്താണ് അടുത്ത പ്രോസസ്? നമ്മുടെ പിന്നെ അപ്പൊ ഇതില് നമ്മളെ സസ്പെൻഡഡ് പാർട്ടികളെല്ലാം താഴെ. ഇനി ഇതിനകത്ത് ബാക്ടീരിയ, അതൊക്കെ മൈക്രോ ഓർഗൻസ് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് നേരെ ഈ പമ്പ് വഴി, ഇത് സ്ലറി പമ്പാണ്, എടുത്ത് അടുത്ത ടാങ്കിലേക്ക് നമ്മൾ രണ്ടാമത്തെ ടാങ്കിലോട്ട് മാറ്റുകയാണ്. ആ സമയത്ത് ഇവിടെ നീം ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ ഇഞ്ചക്ട് ചെയ്യും. വേറെ സൊല്യൂഷൻ, അടുത്ത സൊല്യൂഷൻ. ഇതും 6 ppm എടുത്ത് അവിടെ പിന്നെ 1.5 മണിക്കൂർ ഹോൾഡ് ചെയ്യും. ഇവിടെ 1.5 3 മണിക്കൂർ. അപ്പൊ ഇതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആദ്യം ഈ ബാക്ടീരിയ എല്ലാം ഈ അഴുക്കിന്റെ ഇടയിൽ ഇങ്ങനെ ബോണ്ടിന്റെ ഇടയിലായിരുന്നു ഇവര് ഒളിച്ചിരുന്നത്. ഇത് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇത് എക്സ്പോസ്ഡ് ആയി, ഇതെല്ലാം പോയി. അപ്പൊ ഈ നീം 1.5 മണിക്കൂർ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇത് നീം ഒരു 1 തരം ആന്റിബയോട്ടിക്. അപ്പൊ ആ ബാക്ടീരിയ എല്ലാം 1.5 മണിക്കൂർ ഇത് ചാവുകയും എൻഡ് ഓഫ് ലൈഫ് ആയ ശേഷം നമ്മൾ അടുത്ത മോട്ടർ ഓട്ടോമാറ്റിക്കലി, ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൽ വന്ന് ഇതൊരു കാർബൺ ഫിൽറ്റർ ആണ്. ഇത് കഴിഞ്ഞൊരു സാൻഡ് ഫിൽറ്റർ ഉണ്ട്. ഇതും കഴിഞ്ഞ് നേരെ നമ്മുടെ 2 രീതി ഫിൽറ്റർ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വെളിയിൽ പോകുന്നത്. അപ്പൊ അതോടുകൂടി ഇതിന്റെ കംപ്ലീറ്റ് സിസ്റ്റവും ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ അവിടെ കിട്ടുകയും സ്ലഡ്ജ് എല്ലാം ഇവിടെ അടിയും. ഇത് നമ്മൾ പീരിയോഡിക്കലി ഇതിനെ തുറന്ന് നമ്മൾ വെളിയിലെടുത്ത്, ഈ സ്ലഡ്ജിന്റെ ഏറ്റവും വലിയ ഗുണം ബാക്ടീരിയ ഇല്ല.